കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13-18 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവരിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡനവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇതാണ് മുൾച്ചെടിയിൽ കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ജോവാക്കിം അന്ന ദമ്പതിമാരെ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഈ മാസം കുടുംബം, തിരുക്കുടുംബം, അതുമായി ബന്ധപ്പെട്ട് മാതൃക നൽകിയ പല ദമ്പതിമാരെക്കുറിച്ച്, അതുപോലെ തന്നെ മാതൃക നൽകിയ പല കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നാം വിചിന്തനം ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയായതുകൊണ്ടല്ല അന്ന വിശുദ്ധ എന്ന് സഭ അംഗീകരിച്ചിരിക്കുന്നത്. അന്നായുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ കണ്ടിട്ടാണ് അവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. അന്നായുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ജോവാക്കിമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഗുണമേന്മയുള്ള ക്രിസ്തീയ ജീവിതം നയിച്ചവരാണ് ഈ ദമ്പതിമാർ. അതുകൊണ്ടാണ് സഭ അവരെ വിശുദ്ധരായിട്ട് അംഗീകരിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തിന് വെറും 3 വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മൾ കാണുകയാണ്, ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് അങ്ങനെ ദൈവികമായി ചിന്തിച്ച് മുമ്പോട്ട് പോയ മാതാപിതാക്കൾ, ദൈവികമായി ചിന്തിച്ച് മുമ്പോട്ട് പോയ ദമ്പതിമാർ. അന്നായിക്ക് തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മക്കളില്ലാതിരുന്നവർ, അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ് പരിശുദ്ധ കന്യകാമറിയം. അതുപോലെ തന്നെ യേശുവിന് ജന്മം നൽകുന്നതിന് ഏറ്റവും യോജിച്ച ഒരു വ്യക്തിയെ പരിശുദ്ധ കന്യകാമറിയത്തിൽ ദൈവം കണ്ടെത്തി. പറയുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾക്ക് ജന്മം നൽകുന്നതിന് യോഗ്യതയുള്ളൊരു ദമ്പതിമാർ വേണമായിരുന്നു. അങ്ങനെയാണ് ജോവാക്കിം അന്ന ദമ്പതിമാരെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മൾ കാണുന്നു, ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പക്ഷെ അതൊന്നും അവരെ തളർത്തിയില്ല. ദൈവത്തിൽ നിന്ന് അകറ്റിയില്ല, വിശ്വാസത്തിൽ നിന്ന് അകറ്റിയില്ല, പരാതി പരിഭവത്തിന് അവർ മുതിർന്നില്ല. മക്കളില്ലാത്ത അവസ്ഥ എടുത്ത് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയം ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വൃക്ഷം അതെങ്ങനെയുള്ളതെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഉണ്ടാകുന്നത് പ്രാർത്ഥനയിൽ നിന്നായിരിക്കും. പ്രാർത്ഥനയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന മക്കളാണെങ്കിൽ അവരിൽ അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ ഉണ്ടാവും. പറയുന്നുണ്ട്, മക്കളിലേക്ക് നോക്കിയാൽ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ. എൻ്റെ വരും തലമുറ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടെ മുമ്പോട്ട് പോകുന്നവർ. നമുക്കറിയാൻ സാധിക്കും, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം എടുക്കുമ്പോൾ മനോഹരമായൊരു കാര്യം അവിടെ കാണാൻ സാധിക്കും. മനോവയ്ക്കും ഭാര്യയ്ക്കും ദൈവം ഒരു സന്ദേശം കൊടുത്തു. ആ സന്ദേശം അവരെടുത്തു, ആ സന്ദേശം അവർ പാലിച്ചു,
അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടായി. അവൻ ശക്തനായിരുന്നു. ശക്തനായിരിക്കേണ്ടതിനും നല്ലവനായിരിക്കേണ്ടതിനും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും നിങ്ങളെ സ്പർശിക്കരുത്. അങ്ങനെ വിശുദ്ധിയിൽ സ്നേഹത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകട്ടെ. അവരത് പാലിച്ചു. അതിൻ്റെ റിസൾട്ട് ആ കുഞ്ഞിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ വിതയ്ക്കപ്പെട്ട വിത്ത്, അതിന് നമ്മൾ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തണം. അപ്പോഴാണ് അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുക. നമുക്കറിയാം, നമ്മളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം അത് വളരണം. നമ്മളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ആധ്യാത്മികത അത് വളരണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവമക്കളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. ഇനി അതിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്ക് പാറമേൽ വീണ വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്, വഴിയരികിൽ വീണ വിത്ത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയുണ്ടായി. വിത്ത് ദൈവവചനമാണ്. ലൂക്ക 8:11 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. പറയുന്നുണ്ട്, ഈ വചനം എപ്രകാരം സ്വീകരിക്കപ്പെടണം, ഈ വചനം എങ്ങനെ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തണം എന്നുള്ളതെല്ലാം ദൈവം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒത്തിരി പേരുടെ പ്രശ്നം ഈ ലൗകിക മോഹങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാത്തത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ദൈവവചനത്തെ ഞെരുക്കുകയാണ് ചെയ്യുന്നത്, വളരാൻ അനുവദിക്കുകയല്ല. മാത്രമല്ല, കേട്ടിട്ട് വിശ്വസിക്കാത്ത വചനങ്ങൾ, ഒരുപാട് ശ്രദ്ധയോടെ നമ്മൾ ഇരുന്നാൽ പോലും കേൾക്കുന്നതെല്ലാം അത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. കേട്ടിട്ട് മനസ്സിലാകാത്ത വചനം, കേട്ടിട്ട് വിശ്വസിക്കാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഫലമണിയത്തില്ല. അത് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്നത് വിശ്വസിക്കുവാനും കേൾക്കുന്നത് മനസ്സിലാക്കുവാനും അത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും വരണം എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റെടുത്ത വിശ്വാസം, ഏറ്റെടുത്ത വചനം ജീവിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു ദമ്പതിമാരെയാണ് സഭയിൽ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ജോവാക്കിം അന്ന ദമ്പതിമാർ. അവരുടെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കും. അവരുടെ ജീവിതം അനുകരിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന ജെറമിയ 3-ാം അധ്യായം വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ വീഴ്ചകൾ വന്നോ, കർത്താവ് പറയാണ്, തിരിച്ചു വരിക. തിരിച്ചു വന്നാൽ നിന്റെ അവിശ്വസ്തത ഞാൻ പരിഹരിക്കും. തിരിച്ചു വന്നാൽ നിന്നോട് ഞാൻ നിത്യമായി കോപിക്കില്ല. തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാൻ ഇടയന്മാരെ നൽകും. അതും ദാവീദിനെ കുറിച്ച് പറയപ്പെട്ട കാര്യം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട അതേ കാര്യമാണ്. എൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന ഇടയന്മാരെ ഞാൻ തരും. പറയുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്ന് നമ്മളെ വഴി നടത്തിക്കൊള്ളും. ഹൃദയത്തിനിണങ്ങുന്ന ഇടയന്മാരെ, ഹൃദയം തിരുഹൃദയ മാസത്തിൽ ഒരു മാസം മുഴുവൻ നമ്മൾ വിചിന്തനം നടത്തിയൊരു കാര്യമാണ് തിരുഹൃദയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കാണുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. പറയുന്നുണ്ട്, മാതാപിതാക്കൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മക്കൾ ചോദിക്കുമ്പോൾ കാശ് എടുത്തു കൊടുക്കാൻ കയ്യിലുണ്ടായ പോരാ, അതിനേക്കാൾ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങുന്നൊരു ഹൃദയമുള്ളവരായിട്ട് മാറണം. അവിടെ മക്കൾക്കത് വലിയ അനുഗ്രഹമായി മാറുമെന്ന്. ഇത് തന്നെയാണ് ജോവാക്കിം അന്ന ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന ഒരു ഹൃദയമുള്ളവരായി മാറണം. അങ്ങനത്തെ ഒരു ഹൃദയമുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നമുക്കൊരു കുറവും വരത്തില്ല. കർത്താവിനെ അനുസരിക്കാൻ നമുക്കൊരു വിമുഖതയും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, അതിന് നമ്മുടെ സ്വാർത്ഥമോഹങ്ങൾ വെടിയാൻ നമുക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല. എല്ലാറ്റിനും ഉപരിയായി നമ്മൾ കാണുന്നുണ്ട്, എസെക്കിയേലിൻ്റെ പുസ്തകം 36-25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നമ്മുടെ അവിശ്വസ്തത കർത്താവ് പരിഹരിക്കാൻ ശുദ്ധജലം തളിക്കും. എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശിലാഹൃദയം മാറ്റി
മാംസള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ എളുപ്പമാവും. ദൈവത്തിൻ്റെ വചനം പാലിക്കാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു മാംസള ഹൃദയമാണ്. തിരുഹൃദയം മാംസള ഹൃദയമാണ്. അതിന് യോജിച്ച ഒരു ഹൃദയമാണ് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിശുദ്ധരെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതുതന്നെയാണ്. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.